Okay. The generalization is actually inheritance. Inheritance is a property by which one class acquires property of another. There are different types of inheritance. For example, simple inheritance, multi-level inheritance, hierarchy inheritance, multiple inheritance, hybrid inheritance. അപ്പൊ നമുക്ക് ഇതും ഇനി മുതൽ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴും യു മസ്റ്റ് ഹാവ് ഗോട്ട് എ ബേസിക് ഐഡിയ ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. I will show you that. കാണാമല്ലോ അല്ലേ? കാണാമല്ലോ? കാണാം സർ, കാണാം. അപ്പൊ ഇൻഹെറിറ്റൻസിലെ ഫസ്റ്റ് ഇൻഹെറിറ്റൻസ് ആണ് സിമ്പിൾ ഇൻഹെറിറ്റൻസ്. ഇത് ഇനി നിങ്ങൾക്ക് വരുന്ന തൊട്ടിലെ അല്ല, തൊട്ടടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചർ മോഡലിംഗ്. അത് സിമ്പിൾ ആണ്, കുറച്ച് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒബ്ജക്ട് മോഡലിംഗിലാണ് ഇത് വരുന്നത്. ഇനി അത് അടുത്ത് വരാൻ പോകുന്ന ഫംഗ്ഷൻ മോഡലിംഗ്, ഡൈനാമിക് മോഡലിംഗ്, ഇതിലെല്ലാം ഇൻഹെറിറ്റൻസ് വരും. ഇൻഹെറിറ്റൻസ് in the first class I have mentioned that it is a Hasse relation. Sorry, it is a Ise relation. Ise relation എന്ന് പറഞ്ഞാല് derived class is a sort of base class. ഇപ്പൊ ഇവിടെ ഒരു ബേസ് ക്ലാസ് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്തിരിക്കും. ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ മനസ്സിലാകുന്നെങ്കിൽ ഞാൻ ഇതിനകത്തൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, കാണിക്കാം. ഇത് കണ്ടോ, സിമ്പിൾ ഇൻഹെറിറ്റൻസ്. കാണാമോ എന്ന് അറിയത്തില്ല എനിക്ക്. ക്ലാസ് എ എന്ന് പറഞ്ഞിട്ട് താഴെ വന്നിട്ട് കാണാമല്ലോ നിങ്ങൾക്ക്? ഇല്ല സർ, ഭയങ്കര ചെറുതാ, കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ചെറുതാ അല്ലേ? ഇപ്പൊ അത് വലുതാക്കാം. ഏതായാലും ഞാൻ അതിന്റെ ഐഡിയ പറയാം. സ്ലൈഡ് ഷോ ഇട്ടാലോ? എന്തോ സ്ലൈഡ് ഷോയില് പ്രസന്റേഷൻ മോഡില് നോക്കാം. ഏതായാലും ഞാൻ അതിന്റെ ഐഡിയ പറയാം. ഇപ്പൊ നിങ്ങൾ ഒന്ന് വിചാരിച്ചു, ഇതിനകത്ത് ഇപ്പൊ ഇത്രേ എഴുതിയിട്ടുള്ളൂ. ക്ലാസ് എ എന്ന് പറഞ്ഞിട്ട് കുറെ ഒരു ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് ക്ലാസ് ബി അവിടെ ഫുൾ കോളൻ കൊടുത്തിട്ട് പബ്ലിക് എ എന്ന് എഴുതിയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നിങ്ങൾ ബോദർ ചെയ്യണ്ട. ഇപ്പൊ ഇതിനകത്തെ ബേസിക് ഐഡിയ ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റുഡൻറ് എന്നൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു എന്ന് വെച്ചു. ഈ ക്ലാസ് സ്റ്റുഡൻറിൽ ഇൻറ്റ് റോൾ നമ്പർ എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യും. ദർ ഈസ് എ ഡേറ്റ മെമ്പർ ഇൻറ്റ് റോൾ നമ്പർ. എന്നിട്ട് ഇത് കാണാമല്ലോ. ഈ ബേസ് ക്ലാസ് ക്ലാസ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചു. ബേസ് ക്ലാസ് ക്ലാസ് സ്റ്റുഡന്റ് ആണ്. ഡിറൈവ്ഡ് ക്ലാസ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ക്ലാസ് കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബേസ് ക്ലാസ്സിലെ റോൾ നമ്പർ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരും. ഡിറൈവ്ഡ് ക്ലാസ്സിൽ ദർ ഇസ് നോ നീഡ് ഓഫ് സെപ്പറേറ്റ് ഡിക്ലറേഷൻ ഓഫ് റോൾ നമ്പർ. അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദ ഡിറൈവ്ഡ് ക്ലാസ് അക്വയർസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ്. The derived class acquires the properties of base class. അതായത് ബേസ് ക്ലാസ്സിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ, ഏതൊക്കെ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടോ, ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ, ദാറ്റ് ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ മെമ്പേഴ്സ് വിൽ കം ടു ദി ഡിറൈവ്ഡ് ക്ലാസ്. അപ്പം ബേസ് ക്ലാസ്സിലെ റോൾ നമ്പർ ഡിറൈവ്ഡ് ക്ലാസ്സിൽ പോകും. ബേസ് ക്ലാസ്സിൽ ഏതൊക്കെ ഫങ്ഷൻ ഉണ്ടോ, ഇപ്പം വോയിഡ് ഇൻപുട്ട്, മാർക്ക് ഇൻപുട്ട് ചെയ്യാനൊരു ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു.
ആ ഫംഗ്ഷനും ഡിറൈവ്ഡ് ക്ലാസ്സിൽ. അപ്പൊ അതായത് ബേസ് ക്ലാസ്സിൽ എന്തൊക്കെ ഇതുകളുണ്ടോ അത് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരും. ശ്രദ്ധിക്കുക, സിമ്പിൾ ഇൻഹെറിറ്റൻസിൽ there is only one base class and only one derived class. There is only one base class and one derived class. Simple inheritance. ഇനി ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസിൽ ഒരു ബേസ് ക്ലാസ് ഉണ്ട്, രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സും. രണ്ടല്ല, more than one derived class. Suppose a class student is declared. Then there are three classes: class computer, class electronics, class management. ഇൻറ്റു റോൾ നമ്പർ എന്ന് പറയുന്നത് ക്ലാസ് സ്റ്റുഡൻറ്റിലുണ്ട്. മാനേജ്മെന്റിലും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടറിലുള്ള സ്റ്റുഡൻസിനും റോൾ നമ്പർ ഉണ്ടല്ലോ. ആ റോൾ നമ്പർ ഇനി പ്രത്യേകിച്ച് ഈ ഡിറൈവ് ചെയ്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവരണ്ട. കാരണം മറ്റേ ക്ലാസ്സിൽ റോൾ നമ്പർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ക്ലാസ്സിലെ റോൾ നമ്പറും കാര്യങ്ങളും താഴേക്ക് വരും. അപ്പൊ അതായത് റീയൂസബിലിറ്റിയാണ്. അപ്പം ക്ലാസ് സ്റ്റുഡന്റിലെ റോൾ നമ്പർ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്നു. നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെയും ഒന്ന് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ ബേസ് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും all those members will not come to the derived class. Suppose you have declared a class in the a data member in the base class as private, it will not come to the derived class. ഈ പ്രൈവറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലെ പഠിച്ച വിസിബിലിറ്റിയാണ്. പ്രൈവറ്റ് എന്നൊരു വിസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ that private data member will not come to the derived class. അപ്പൊ ഇപ്പം ബേസ് ക്ലാസ് ആയിട്ട് സ്റ്റുഡന്റ് എന്നൊരു ബേസ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു റോൾ നമ്പർ പ്രൈവറ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് കം ടു ദ ഡിറൈവ്ഡ് ക്ലാസ്. അത് പബ്ലിക് ആണെങ്കിൽ മാത്രമേ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരുള്ളൂ. ഇപ്പൊ റോൾ നമ്പർ എന്ന് പറയുന്ന ബേസ് ക്ലാസ് ഉണ്ട്. ബേസ് ക്ലാസ്സിലെ റോൾ നമ്പർ ഈ രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കും വരും. അപ്പം അത് കാരണം എന്താ വെച്ചാൽ പബ്ലിക് പ്രൊവൈഡഡ് ദാറ്റ് ഡേറ്റ മെമ്പർ ഈസ് പബ്ലിക്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദർ ഈസ് നോ നീഡ് ഓഫ് റിപ്പീറ്റഡ് ഡിക്ലറേഷൻ. അപ്പം റീയൂസബിലിറ്റി ആണ്. അപ്പൊ ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ശ്രദ്ധിക്കുക, വൺ ബേസ് ക്ലാസ് ആൻഡ് മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്. ഇനി multi-level inheritance. Suppose there is a base class, then there is a derived class, then there is a derived class. അതായത് ക്ലാസ് ബേസിൽ നിന്നും ഡിറൈവ് ചെയ്ത് ഡിറൈവ് 1 ഉണ്ട്, അവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് ഡിറൈവ്ഡ് 2 ഉണ്ട്. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നിങ്ങൾ മാത്തമാറ്റിക്സും ജിയോമെട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവരാണല്ലോ. അപ്പൊ ഇങ്ങനൊന്ന് വിചാരിച്ചേ, ബേസ് ആയിട്ട് നമ്മൾ ക്ലാസ് സർക്കിൾ എന്ന് ഡിഫൈൻ ചെയ്യും. ബേസ് ആയിട്ട് നമ്മൾ ക്ലാസ് സർക്കിൾ ഡിഫൈൻ ചെയ്യും. അതിനകത്ത് നമ്മൾ സർക്കിളിന്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫങ്ഷൻ അവിടെ പറഞ്ഞു. സർക്കിളിൽ ഈ സർക്കിൾ നിന്ന് ഡിറൈവ് ചെയ്ത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് സിലിണ്ടർ ആണ്. സിലിണ്ടറിൽ there is a വോളിയം ഫങ്ഷൻ. there is a വോളിയം ഫങ്ഷൻ. ദിസ് വോളിയം, ഈ ഏരിയ ഫങ്ഷൻ ബേസിൽ നിന്നുള്ള ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ് ആയ സിലിണ്ടറിൽ വന്നിട്ടുണ്ട്. വോളിയം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഏരിയ ഫങ്ഷൻ യൂസ് ചെയ്യും. ഏരിയ ഫങ്ഷൻ πr² ആണ്, വോളിയം ഫങ്ഷൻ ഇച്ചൂടെ മതി. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് ബേസ് ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ? ബേസ് ക്ലാസ്സിൽ R ഡിക്ലെയർ ചെയ്താൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ R ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ ദാറ്റ് ഈസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ്. The area member of base class is used in the derived class and the area function into h യൂസ് ചെയ്ത് നമ്മൾ വോളിയം കാണും. അപ്പൊ അതായത് ഇത്രയും നിങ്ങൾ ഓർക്കുക, കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കണ്ട. ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് എ എന്ന് വിചാരിച്ചു. എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ബി എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യും. എന്നിട്ട് ബി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് സി എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യും. അപ്പോൾ ആ ഡെറിവേഷൻ ആണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. വൺ ബേസ് ക്ലാസ്, അവിടുന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്, അവിടുന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ. Next is multiple inheritance.
Suppose there are 3 classes, base 1, base 2, base 3. ഈ 3 ക്ലാസ്സുകളും കൂടെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് തിരിച്ചിരിക്കും. ബേസ് 1, ബേസ് 2, ബേസ് 3 ഈ 3 ക്ലാസ്സും കൂടെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. അപ്പം മോർ ദാൻ 1 ബേസ് ക്ലാസ്, അത് 2 എണ്ണം ആകാം, 3 എണ്ണം ആകാം, 4 എണ്ണം ആകാം, ഇത്രയും ബേസ് ക്ലാസ്സുകൾ ഒന്നിച്ചൊരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ. ഇതാണ് ബേസ് 1, ബേസ് 2, ബേസ് 3 എന്ന് പറയുന്ന 3 ക്ലാസ്സുകൾ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരും. ഇത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ ഒന്നുകൂടെ ഇത് നോക്കാം. ഇത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ്ഡ് ഈ 2 ക്ലാസ്സുകളിലേക്ക് ഡിറൈവ് ചെയ്യും. ഈ 2 ഡിറൈവ്ഡ് ക്ലാസ്സുകളും കൂടെ മൂന്നാമതൊരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യും. ഇത് സപ്പോസ് എ ബേസ് ക്ലാസ്. ഈ എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും ഡിറൈവ് ചെയ്യും. എന്നിട്ട് ഈ ബിയും സിയും കൂടെ ഡിയിലേക്ക് ഡിറൈവ് ചെയ്യും. എ എന്ന് പറയുന്ന ബേസ് ക്ലാസ്, ഇവിടെ എ എന്ന് വിചാരിക്കുക, ഇവിടെ ബി എന്ന് വിചാരിക്കുക, ഇവിടെ സി എന്ന് വിചാരിക്കുക, ഇവിടെ ഡി എന്ന് വിചാരിക്കുക. എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക്. അപ്പൊ ഇത് മാത്രം എടുത്താൽ ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ഇവിടെ എ എന്ന് പറയുന്ന ബേസ് ക്ലാസ് അല്ലെ, ഇവിടെ ബി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്, ഇവിടെ സി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്. ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. 1 ബേസ് ക്ലാസ് ആൻഡ് മോർ ദാൻ 1 ഡിറൈവ്ഡ് ക്ലാസ്, ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഈ 2 ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇത് വന്നു കഴിയുമ്പോഴോ ഇത് മാത്രം എടുത്താൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇവിടെ ഹയറാർക്കി ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും കൂടെ ഒന്നിച്ചു വന്നിരിക്കുക. സോ ഇറ്റ് ഈസ് ആപ്റ്റ്ലി കോൾഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. നോക്കാം, ഞാൻ ഒന്നുകൂടെ പറയാം അതിന്റെ ഐഡിയ. എനിക്ക് ഒന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നല്ലേ. ഇതിപ്പോ ഇത് കണ്ടിട്ട് കാര്യമില്ല, കാരണം ഇതൊരു പെർട്ടിക്കുലർ ക്ലാസ് ഞാൻ ജാവയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ജാവയിലല്ല, നിങ്ങൾക്ക് ജനറൽ ആയിട്ട് അറിയണം എങ്കിൽ ഞാൻ പറയാം. ക്ലാസ് എ എന്ന് പറഞ്ഞു, ക്ലാസ് ബിയിലേക്ക് പബ്ലിക് എ കൊടുത്തു, ക്ലാസ് സിയിലേക്ക് പബ്ലിക് എ കൊടുത്തു. എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ബിയിലേക്കും എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും സിയിലേക്കും കൊടുത്തു. അപ്പൊ അതേത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ഒരു ബേസ് ക്ലാസ്സും മോർ ദാൻ 1 ഡിറൈവ്ഡ് ക്ലാസ്സും. നാച്ചുറലി ഇറ്റ് വിൽ ബി ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. അപ്പം ഈ ഇൻഹെറിറ്റൻസിനെ പറ്റി മൊത്തത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കുക. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്. ഈ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത, സപ്പോസ് ദർ ഇസ് എ ക്ലാസ് ഇൻ വിച്ച് ദർ ഇസ് എ ഫംഗ്ഷൻ. ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡൂയിങ് നത്തിങ്. മനസ്സിലായോ? ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡൂയിങ് നത്തിങ്. വെരി സിമിലർ ടു ഒന്നും ചെയ്യാത്ത ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്നലെ ഒരു പേര് കൊടുത്തു. എന്തായിരുന്നു അത്? ഒന്നും ചെയ്യാത്ത ഒരു ഫംഗ്ഷന് നമ്മൾ ഇന്നലെ കൊടുത്ത പേരാണ് ഓപ്പറേഷൻ. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡൂയിങ് നത്തിങ് ഫംഗ്ഷൻ. ഈ ഡൂയിങ് നത്തിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് ഇതിനകത്ത് കിടക്കുക. അപ്പൊ അതിനകത്ത് റൂൾ ഉള്ളത്, ഇങ്ങനെ ഡൂയിങ് നത്തിങ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ക്ലാസ് സ്റ്റുഡന്റ് ഇൻഡേ, അത് കഴിഞ്ഞിട്ട് വോയിഡ് ഇൻപുട്ട്, എന്തെങ്കിലുമൊക്കെ ഡേറ്റ ഉണ്ട്, വോയിസ് ഷോ, ഫ്ലവർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഒന്നും എഴുതുന്നില്ല, ക്ലോസ് ചെയ്യും. അപ്പൊ അത് ഡൂയിങ് നത്തിങ് ഫംഗ്ഷൻ. അപ്പം ആദ്യം എഴുതിയ ക്ലാസ് എ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഡൂയിങ് നത്തിങ് ആയതുകൊണ്ട് ദാറ്റ് ക്ലാസ് വിൽ ബി അബ്സ്ട്രാക്ട് ക്ലാസ്. ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, സപ്പോസ് there exists a function which is a doing nothing function, then that class will become abstract class. അതാണ് ഞാൻ പറയുന്നത്. an abstract class cannot create an object. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സ്റ്റുഡന്റ് എന്നൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു, അതിൽ എല്ലാ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് എസ് എന്നൊരു ഇത് ഡിക്ലെയർ ചെയ്യും, കാരണം സ്റ്റുഡന്റിലെ എല്ലാ ഫംഗ്ഷനും ഇത് ചെയ്യുന്നതാണ്. സപ്പോസ് in class student there is a function called void total.
ഏതായാലും ഒരു സ്റ്റുഡന്റ് വന്നിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് മാനേജ്മെന്റും കമ്പ്യൂട്ടറും ഒക്കെ വന്ന് അവരുടെ മാർക്കുകൾ വന്നെങ്കിലല്ലേ ടോട്ടൽ മാർക്ക് വരുള്ളൂ. അപ്പൊ ക്ലാസ് സ്റ്റുഡന്റ് എന്ന് പറയുന്നതിനകത്ത് പോയി ടോട്ടൽ എന്ന് വെറുതെ എഴുതിയിട്ട് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. Then that class will become abstract class. ശ്രദ്ധിക്കുക, if there is a function which is a doing nothing function, then a class which carries that function will surely called the abstract class. And we cannot declare an object of an abstract class. അതാണ് abstract classന്റെ കൺസെപ്റ്റ്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ആദ്യം പറയുന്നു സിമ്പിൾ ഇൻഹെറിറ്റൻസ്. അവിടെ എത്ര ബേസ് ക്ലാസ് ഉണ്ട്? സിമ്പിൾ ഇൻഹെറിറ്റൻസിൽ there is only one base class, only one derived class. Only one base class, one derived class. സിമ്പിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ ക്ലാസ് എന്ന് വിചാരിക്കുക, ആരോ കൊടുത്തു ക്ലാസ് ബി. സിമ്പിൾ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. വൺ ബേസ് ക്ലാസ്. ഇവിടെ നമ്മൾ രണ്ട് ഡിറൈവ്ഡ് പറഞ്ഞിരിക്കുന്നു. അത് എത്ര ഡിറൈവ്ഡ് വേണേയാകാം. വൺ ബേസ് ക്ലാസ്, മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്. അത് ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഇത് എ എന്നാവാം, ഇത് ബി, സി, അങ്ങനെ രണ്ടെണ്ണമാവാം. മൾട്ടി-ലെവൽ ഇൻഹെറിറ്റൻസ്. there is a base class. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്, ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ്. എ, ഇവിടെ എ എന്ന് വിചാരിക്കുക, ആരോ ബി, ഈ ആരോ ബി, ആരോ സി. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്. നാച്ചുറലി ഇറ്റ്സ് നെയിം ഈസ് മൾട്ടി-ലെവൽ ഇൻഹെറിറ്റൻസ്. more than one base class and one derived class. Class A, Class B, Class C. ഈ മൂന്ന് ക്ലാസ്സുകളും ഉണ്ടായിരിക്കെ, എ, ബി, സി എന്ന് മൂന്ന് ക്ലാസ് ഉണ്ടായിരിക്കെ, ഈ മൂന്ന് ക്ലാസ് ഒരിടത്തോട്ട് ഡിറൈവ് ചെയ്യുകയും ചെയ്താൽ that inheritance will be called multiple inheritance. ഈ multiple inheritance is not possible in Java. അതൊരു സെക്യൂരിറ്റി റിസ്ക് ആണ്. അതുകൊണ്ട് എങ്കിലും സി പി പിയിലുണ്ട്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ മൂന്ന് ബേസ് ക്ലാസ്, എത്രയോ ബേസ് ക്ലാസ്, മോർ ദാൻ വൺ, അത്ര ബേസ് ക്ലാസ് കൊടുത്തിട്ട് അതൊന്ന് ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. Now this is hybrid inheritance. Hybrid inheritance എന്ന് പറയുമ്പം there is a base class, അവിടെ നിന്ന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്. ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ഈ ഡിറൈവ്ഡ് അങ്ങ് എടുത്ത് കളഞ്ഞേ, ഈ ബേസും ഈ രണ്ട് ഡിറൈവ്ഡും കൂടെ ഉള്ള അത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? Can anyone say? ഒരു ബേസ് ക്ലാസ്സിന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ് കൊടുത്തിരിക്കുക, അത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? നമ്മളിപ്പോ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഒരു ബേസ് ക്ലാസ്സും ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ്സും. ഞാൻ ഒന്നുകൂടെ കാണിക്കാതെ. ഇതാണ് സാധനം അല്ലെ? ഒരു ബേസ് ക്ലാസ്സും ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ്സും. ഷുവർലി ഇറ്റ് വിൽ ബി ഹയറാർക്കി ഇൻഹെറിറ്റൻസ് അല്ലെ? ഒരു ബേസ് ക്ലാസ്സും ആ ബേസ് ക്ലാസ്സിന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സും, ഷുവർലി ഇറ്റ് വിൽ ബി ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഇനി നമ്മളിപ്പോ പറഞ്ഞെടുത്താല് ഇവിടെ വരിക, ഇത് ബേസ്, ഡിറൈവ്ഡ് 1, ഡിറൈവ്ഡ് 2, ഇത് മാത്രം പറഞ്ഞാൽ അപ്പൊ ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? അത് മാത്രം പറഞ്ഞാൽ ഒരു ബേസ് ക്ലാസ്സും മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്, അത് മാത്രം പറഞ്ഞാൽ അത് എന്ത് ക്ലാസ് ആയിരിക്കും? താഴത്തെ നമ്മൾ ഡിറൈവ്ഡ് പറയുന്നില്ല, അത് മാത്രം പറഞ്ഞാൽ ഉറപ്പല്ലേ അത് ഹയറാർക്കി ഇൻഹെറിറ്റൻസ് അല്ലേ? നമ്മൾ മുമ്പ് ചെയ്തത് എന്തായിരുന്നു? ഒരു ബേസ് ക്ലാസ്സും ആ ബേസ് ക്ലാസ്സിന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സും പറഞ്ഞു അല്ലെ? ആ ഒരു ബേസ് ക്ലാസ്സിന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സും പറഞ്ഞ അത് തന്നെയാണല്ലോ ഇത്. അപ്പൊ ഒരു ബേസ് ക്ലാസ് പറഞ്ഞു, രണ്ട് ഡിറൈവ്ഡ് ക്ലാസ് പറഞ്ഞു, അത് ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഇനി ഈ ഡിറൈവ്ഡും കൂടെ ചെന്നിട്ട് ഇതിലേക്ക് വരിക,
അതായത് ഇത് എടുക്കണ്ട, ഇത് മാത്രം എടുത്ത് മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക്. അപ്പൊ ഇതെന്തായിരിക്കും, ഈ പോർഷൻ എന്തായിരിക്കും, അത് മോർ ദാൻ വൺ ബേസ് ക്ലാസ് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരിക. ഷുവർലി ദാറ്റ് വിൽ ബി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ മേളിൽ പറഞ്ഞ ബേസിൽ നിന്ന് രണ്ട് ഡിറൈവ്ഡിലേക്ക് പോകുന്ന ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ആണ്. ഈ രണ്ട് ഡിറൈവ്ഡ് വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ എന്ത് സംഭവിച്ചു, ഹയറാർക്കി ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും കൂടെ ഹൈബ്രിഡ് ആയിട്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പേര് പറയും, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, വായിച്ചു നോക്കുക. ഇത് ഒന്നുകൂടെ പറയാം. ഒരു ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ് കനോട്ട് ബി യൂസ് ഫോർ ഡിക്ലെയറിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ ഇന്റർഫേസിന്റെ കാര്യം, ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് അതിനകത്ത് മുഴുവൻ തന്നെ ഉള്ള മെത്തേഡ്സ് ഇങ്ങനെ ഡു നത്തിങ് മെത്തേഡ്സ് ആണ്. ഇപ്പോ നിങ്ങൾ ഒരു ജാവ പോലെ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഒരു ആക്ഷൻ ലിസണർ പോലൊരു മെത്തേഡ് ആക്ഷൻ പെർഫോംഡ് പോലൊരു മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ആക്ഷൻ ലിസണർ ചെയ്യുന്ന. അപ്പൊ ആക്ഷൻ ലിസണർ ഈസ് ആൻ ഇന്റർഫേസ്. ആ ഇന്റർഫേസിൽ ഡിക്ലെയർ ചെയ്തിട്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ആക്ഷൻ പെർഫോം. ഇത്ര ഓർക്കുക, ഒരു ഇന്റർഫേസിലെ മെത്തേഡ്സ് മൊത്തം ഡിക്ലെയർ ചെയ്തിട്ടിരിക്കുക. ആ ഡിക്ലെയർ ചെയ്തിട്ടിരിക്കുന്ന മെത്തേഡ്സിനെ നമ്മുടെ ക്ലാസ്സിൽ എടുത്തു കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോസ് we are inheriting from an abstract class, we must redefine the abstract method in that abstract class. മനസ്സിലായി? അതിനെ നമ്മൾ ജാവയില് ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, ഓവർ റൈഡിങ്. ഓവർ റൈഡിങ്, ഈ ഓവർ റൈഡിങ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആകാതിരിക്കൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടന്റ് ഇൻഹെറിറ്റൻസസ്, അബ്സ്ട്രാക്ട് ക്ലാസ്, ഇത്രയും ഒന്നുകൂടെ പറയാം. ഇനി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക. ഒന്ന് സിമ്പിൾ ഇൻഹെറിറ്റൻസ്, only one base class, only one derived class. Next one, hierarchy inheritance, one base class, more than one derived class. Multiple inheritance, more than one base class, one derived class. Hybrid inheritance, it is a mix of all sort of inheritances. Suppose there is a mix of hierarchy inheritance and multiple inheritance comes, surely it will be called a hybrid inheritance. അത്രയും ഇൻഹെറിറ്റൻസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഇതായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് പിന്നെ എന്താവും, അവിടെ പറയുന്ന മെത്തേഡിനെ നമ്മൾ ഓവർറൈഡ് ചെയ്യും. ആ ഓവർറൈഡ് ചെയ്യാന്ന് ജാവയിലെ ടെർമിനോളജിയാണ്. ഓവർറൈഡ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ അബ്സ്ട്രാക്ട് ക്ലാസ് നൽകും. പിന്നെ കുറച്ച് നിങ്ങളുടെ ആ യൂണിറ്റിൽ പിന്നെ പറയുന്ന മെയിൻ കാര്യം ഒരെണ്ണേ ഉള്ളൂ, ഇന്റഗ്രിറ്റി, ഡൊമൈൻ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ സംഗതി പറയുന്നുണ്ട്. ഡൊമൈൻ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക. കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഡേറ്റ മെമ്പേഴ്സ് ഇൻറ്റീജർ ആയിരിക്കണം, ഇന്ന ഡേറ്റ മെമ്പേഴ്സ് ഫ്ലോട്ട് ആയിരിക്കണം. അതുപോലെ വേറെയും കുറച്ച് കണ്ടീഷൻസ് പറയുന്നത്, നമുക്ക് ആ നോട്ടൊന്ന് ഓടിച്ചു നോക്കാം. കുറെ കണ്ടീഷൻസ് പറയുന്നത്, ആ കണ്ടീഷൻസ് പറയുന്നത് ഇന്ന ക്ലാസ്സിന് മാത്രമേ ചൈൽഡ് ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ക്ലാസ്സിന് മാത്രമേ സൂപ്പർ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളൂ. അതൊക്കെ ഒന്നും ബേസിക് തിയറി വരുന്നതല്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന നമ്മുടെ കണ്ടീഷൻസ് ആണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രെയിൻസ്. ഞാൻ എന്നാ ഇനി നമുക്ക് ആ നോട്ടൊന്ന് നോക്കാം. ഓക്കെ,
ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനതാ പറഞ്ഞ ജനറലൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. ഇപ്പം അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് 2 ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി പറഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് 2 ഡെറൈവ്ഡ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി എന്ന് പറയുന്നത് താഴെ സാലറീഡ് വർക്കർ, അതുപോലെ മറ്റേ വർക്കർ, അത് കഴിഞ്ഞ് എംപ്ലോയി. ഇപ്പൊ ഈ ക്ലാസ് എംപ്ലോയി ശ്രദ്ധിക്കുക, നിങ്ങൾ നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ക്ലാസ് എംപ്ലോയി അതിന്റെ 2 ഡെറൈവ്ഡ് ക്ലാസ്സസ് ആണ്. ഇപ്പൊ ഈ ക്ലാസ് എംപ്ലോയിയിൽ ഒരു പക്ഷേങ്കിൽ ബേസിക് പേ എന്നൊരു ഡേറ്റ മെമ്പർ ഉണ്ടാവും. ദാറ്റ് ഡേറ്റ മെമ്പർ നീഡ് നോട്ട് ബി റീഡിഫൈൻഡ് ഇൻ സാലറി. എന്താന്ന് വെച്ചാൽ സാലറിയുടെ വർക്കറിൽ ഈ എംപ്ലോയിയിലെ ബേസിക് പേ വരുന്നുണ്ട്, അതുപോലെ ഇപ്പുറത്തും ബേസിക് പേ വരുന്നുണ്ട്. അപ്പൊ ഇത് ജനറൽ, ഇത് സ്പെഷ്യൽ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ജനറല്, ഇത് സ്പെഷ്യൽ, ഇത് ജനറല്, ഇത് സ്പെഷ്യൽ. അപ്പൊ ഇവിടെ നിന്ന് 2. ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ഒരു ബേസ് ക്ലാസ്സും വന്നിട്ടുണ്ട്, 2 ഡെറൈവ്ഡ് ക്ലാസ്സും വന്നിട്ടുണ്ട്. ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? നിങ്ങൾ ഇത് വായിച്ചു പോകുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കും. ഒരു ബേസ് ക്ലാസ്സും 2 ഡെറൈവ്ഡ് ക്ലാസ്സും വന്നിട്ടുണ്ട്. ഏതായിരിക്കും അത്? സംശയിക്കാനൊന്നുമില്ല. ഇറ്റ് ഈസ് ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. മനസ്സിലായി? ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്സും ഇതും. പിന്നെ നല്ലൊരു ഫിഗറാണിത്. ഈ ഫിഗർ ശ്രദ്ധിച്ചോണം. ഇതിപ്പം ഡോറ്, വിൻഡോ, ഹോൾസ്, ഇത് 3ഉം കൂടെ റൂഫ് എന്ന് പറഞ്ഞിടത്തോട്ട് അറ്റാച്ച് ആവും. ഇത് വേറൊരു റൂഫ്, എന്നിട്ട് ഇത് 2ഉം കൂടെ ഹൗസിലേക്ക് പോകും. ഈ ഹൗസ് എന്ന് പറയുന്നത് ഒരു ബേസ് ക്ലാസ് ആണ്, അല്ലെ? ഈ ഹൗസിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇൻഹെറിറ്റൻസ്, ഇങ്ങോട്ടൊരു ഇൻഹെറിറ്റൻസ്. ഇത് മാത്രം എടുത്താൽ ഇത് എന്തായിരിക്കും? ഒരു ബേസ് ക്ലാസ്സും മോർ ദാൻ 1 ഡിറൈവ്ഡ് ക്ലാസ്, അല്ലെ? അത് മാത്രം എടുത്താൽ അത് എന്ത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ഹയറാർക്കിക്കൽ. എന്തോ? ഹയറാർക്കിക്കൽ. ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഈ ബേസ് ക്ലാസ്സും ഈ 2 ഡിറൈവ്ഡ് ക്ലാസ്സും കൊടുത്തിട്ട് ഒട്ടും സംശയിക്കാനില്ല, അത് ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ആണ്. അതുപോലെ തന്നെ ഈ റൂഫ് എടുത്തു, ഈ 3 ഡിറൈവ്ഡ് ക്ലാസ് വരുന്നു. ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? ഒരു ബേസ് ക്ലാസ് മോർ ദാൻ 1 ഡിറൈവ്ഡ് കൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, അത് ഹയറാർക്കിയ. ഞാൻ ഈ പോർഷൻ മാത്രമേ ചോദിച്ചു, അത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? സംശയിക്കാൻ എല്ലാവരും ഹയറാർക്കി തന്നെ, അല്ലെ? ഒരു റൂഫും അതിന്റെ ഡിറൈവ്ഡ് മെമ്പേഴ്സും ഹയറാർക്കി തന്നെ. അപ്പം ഈ ഫിഗേഴ്സ്, ഇതിനകത്ത് കുറച്ച് നല്ല ഫിഗേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് പിന്നെ നോക്കുക. വളരെ നല്ലപോലെ എഴുതിയിട്ടുള്ള, വരച്ചിട്ടുള്ള ഫിഗേഴ്സ് ആണ്. ഫസ്റ്റ് ക്ലാസ് വേറെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല ഒന്നാം തരം ഒരു ഫിഗർ. ഈ ഫിഗറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് ഈ ഫിഗർ ഇതിൽ നിന്ന് ഇത് കണ്ടോ, ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇത് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. നിങ്ങൾക്കെല്ലാം മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, അപ്പൊ അതൊക്കെ മനസ്സിലാവും. ഷേപ്പ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ് ആണ്. അവിടെ നിന്ന് കണ്ടോ കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ? റെക്റ്റാങ്കിൾ, പോളിഗൺ, സർക്കിൾ. അപ്പം ഈ ഷേപ്പ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കണ്ടോ റെക്റ്റാങ്കിൾ. അവിടുന്ന് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നതാണ് പോളിഗൺ. അവിടുന്ന് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നതാണ് സർക്കിൾ. ഇവിടെ കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ ഡ്രോ എന്നൊരു മെത്തേഡ് ഉണ്ട്. എന്നിട്ട് ഇവിടെ ഡ്രോ 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 കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന തിയറി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇത് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ ഇവിടെ എല്ലാം ഡ്രോ 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 എന്ന് കിടപ്പുണ്ട്. ദർ ഈസ് നോ മീനിങ് ഫോർ ദിസ് ഡ്രോ മെത്തേഡ് ഇൻ ക്ലാസ് ഷേപ്പ്. കാരണം ആ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഒരു ഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിങ്ങിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ഫോർമുല ഉണ്ട്. പ്രോഗ്രാമിംഗിൽ ഇപ്പൊ നമുക്ക് ഫിൽ ഓവൽ, ഡ്രോ ഓവൽ എന്നൊക്കെ പറഞ്ഞിട്ട്
മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ മെത്തേഡുകൾ ഒരു ഷേപ്പിന് ഒരിക്കലും ഡ്രോ ചെയ്യാനുള്ള ഒരു ഇത് കാണില്ല, ഒരിക്കലും ഒരു ഡ്രോ ചെയ്യാനുള്ള ഒരു ഡെഫിനിഷൻ കാണില്ല. അപ്പം റെക്റ്റാങ്കിൾ, പോളിഗൺ, സർക്കിൾ ഈ 3 ക്ലാസ് ഇവിടുന്ന് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുക. ഒരു ബേസ് ക്ലാസ്, മോർ ദാൻ 1 ഡിറൈവ്ഡ് ക്ലാസ്. ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? പ്രശ്നം പറയാമോ? ഒരു ബേസ് ക്ലാസ്, മോർ ദാൻ 1 ഡിറൈവ്ഡ് ക്ലാസ്, ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും അത്? ഹയറാർക്കി ഇൻഹെറിറ്റൻസ്, സംശയിക്കാനൊന്നുമില്ല. അപ്പൊ ഈ ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ആയിരിക്കും ഇത്. അപ്പൊ ഈ ബേസ് ക്ലാസ് ഷേപ്പ് അവിടുന്ന് റെക്റ്റാങ്കിൾ, പോളിഗൺ, സർക്കിൾ. ഇവിടെ ഡ്രോ മെത്തേഡ് ചുമ്മാ എഴുതിയിട്ടിരിക്കുകയായിരിക്കും. കാരണം ഷേപ്പിൽ ഡ്രോ മെത്തേഡിന് മീനിങ് ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ വെറുതെ കിടക്കുന്ന ഒരു മെത്തേഡ് ഷേപ്പിലുണ്ട്. ദെൻ വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ഷേപ്പ് ക്ലാസ്? Shape class carries a do nothing function. Then what will be the nature of shape class? അതിന് എന്ത് ക്ലാസ് എന്ന് പറയാൻ പറ്റും നമുക്ക്? അറിയാൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിട്ടാലും മതി. ഷേപ്പ് ക്ലാസ്സിൽ ഈ മെത്തേഡ്സിനെ ഡ്രോ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ നോട്ടിൽ ഈ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ഇതാണ് ഈ ചാപ്റ്റേഴ്സിൽ ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതായത് ഡ്രോ മെത്തേഡ് ഡു നത്തിങ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞത്. ഡു നത്തിങ് ഫംഗ്ഷൻ ഉള്ള ഏത് ക്ലാസ്സും എന്ത് ടൈപ്പ് ക്ലാസ് ആയിരിക്കും? അബ്സ്ട്രാക്ട് ക്ലാസ്. എക്സാക്ട്ലി, വിജയ് പറഞ്ഞ കറക്റ്റ് ആണ്, അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പൊ ഈ ഡു നത്തിങ് ഫംഗ്ഷൻ ഉള്ളതാണ് ഷേപ്പ് ക്ലാസ്. ഷേപ്പ് ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഈ ഷേപ്പ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തു വരുന്നതാണ് റെക്റ്റാങ്കിളും, പോളിഗണും, സർക്കിളും ഒക്കെ. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കാം, ഈ ഷേപ്പ് ക്ലാസിന്റെ ഷേപ്പ് ക്ലാസ് പറഞ്ഞല്ലോ, ഷേപ്പ്, യെസ്, ഒരു സെമിക്കോളൻ കൊടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഷേപ്പ് ക്ലാസ് ഒരു ഡു നത്തിങ് ഫംഗ്ഷൻ, സോറി ഡ്രോ ഒരു ഡു നത്തിങ് ഫംഗ്ഷൻ ആണ്. ആ ഷേപ്പിലുണ്ട്, ഓട്ടോമാറ്റിക്കലി ഷേപ്പ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. യു ഹാവ് കറക്റ്റ്ലി മെൻഷൻഡ് ഇറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചത് ഷേപ്പ് എസ് എന്ന് ഇനി എനിക്ക് ഡിക്ലെയർ ചെയ്യാം. ഷേപ്പ് എസ് എന്ന് ഷേപ്പ് എസ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? വേറൊരു ഇല്ല, ഇല്ല, ഇല്ല. അത് അത്ര ക്ലിയർ ആണത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷേപ്പ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ദാറ്റ് ക്യാരീസ് എ ഡു നത്തിങ് ഫംഗ്ഷൻ ഡ്രോ. അപ്പം റെക്റ്റാങ്കിൾ, പോളിഗൺ, സർക്കിൾ ഈ ക്ലാസ്സുകളിലൊക്കെയും ഈ ഷേപ്പ്, ഈ ഡ്രോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, അല്ലെ? ഡ്രോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. സപ്പോസ് ഉദാഹരണത്തിന് ക്ലാസ് സർക്കിൾ, സപ്പോസ് ദാറ്റ് ക്ലാസ് ഈസ് നോട്ട് ഗോയിങ് ടു ഡിഫൈൻ ദ ഡ്രോ ഫംഗ്ഷൻ. പോളിഗണും റെക്റ്റാങ്കിളും ഡ്രോ ഡിഫൈൻ ചെയ്യും. സർക്കിൾ ഈസ് നോട്ട് ഗോയിങ് ടു ഡിഫൈൻ ദ ഡ്രോ ഫംഗ്ഷൻ. അപ്പോൾ ക്ലാസ് സർക്കിൾ എന്ത് ക്ലാസ് ആയിട്ട് മാറും? ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. അതായത് അവിടുത്തെ മെത്തേഡിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ആ ഡിഫൈൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ദേ ഓവർ റൈഡിങ്, അല്ലെ? ഓവർ റൈഡ് ചെയ്യണം. ഓവർ റൈഡ് ചെയ്യുന്നില്ല. ഇതെല്ലാ ലാംഗ്വേജിലും, അതായത് CPP ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, C# ആയിക്കോട്ടെ, സകല ലാംഗ്വേജിലുള്ള കൺസെപ്റ്റ്. ഊപ്സ് എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഷേപ്പിൽ നിന്ന് വന്നാണ് സർക്കിൾ. ഷേപ്പിലെ ഡ്രോ മെത്തേഡ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. പോളിഗണും റെക്ടാങ്കിളും ഡിഫൈൻ ചെയ്തു. അപ്പൊ റെക്ടാങ്കിളിനെ പോളിഗണിനെ ചെയ്തു. സർക്കിൾ എന്ന് പറയുന്ന സാധനത്തിൽ അത് ഡിഫൈൻ ചെയ്തില്ല. അപ്പൊ അതായത് അതിന്റെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സർക്കിൾ എന്ന് പറയുന്ന ഒരു പിന്നെയും that will become again that will be an abstract class. അതായത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിലെ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് താഴെ വരുമ്പം റീഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, ഓവർറൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, ജാവയുടെ ടെർമിനോളജിയിൽ ഓവർറൈഡ്, CPPയുടെ ടെർമിനോളജിയിൽ റീഡിഫൈൻ, അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ that class will again become abstract class. മനസ്സിലായി?
അതുപോലെ ഒരുപാട് നിങ്ങളുടെ ആ ഫിഗേഴ്സ് ഞാൻ എടുത്ത് കാണിക്കാം. അതിനകത്ത് കുറേ നല്ല ഫിഗേഴ്സ് ഉണ്ട്. നിങ്ങൾ ആ ഫിഗേഴ്സ് ഒന്ന് ഇത് എന്താണെന്നല്ല. ഇതാണ് ഞാൻ ആ പറഞ്ഞ കൺസെപ്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. An abstract class is used to specify the required behavior, operations or methods of a class without providing their actual implementation. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ അത് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്നതിന്റെ മീനിങ് ഇതാണ്: വിത്തൗട്ട് പ്രൊവൈഡിങ് ദർ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ, ദാറ്റ് പെർട്ടിക്കുലർ മെത്തേഡ് ഓർ ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ ഡിഫൈൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. അപ്പൊ അങ്ങനെ പറയാത്തത് കൊണ്ടാണ്, ഇൻ അതർ വേർഡ്സ് യു ക്യാൻ സേ ദാറ്റ് മെത്തേഡ്സ് വിത്തൗട്ട് ഇംപ്ലിമെന്റേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഡു നത്തിങ് ഫംഗ്ഷൻ are part of the abstract classes. An abstract object class have no occurrence. ഇനി അത് നിങ്ങൾ വായിക്കുമ്പോൾ ഓർക്കുക, അതിന് നോ ഒക്കറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഷേപ്പ് എസ് എന്ന് പറഞ്ഞ പോലെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുകയില്ലെന്ന് വേറൊരു ലാംഗ്വേജിൽ എഴുതിയിരിക്കാൻ ഇത് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ഇനി അത് വായിക്കുമ്പോഴെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അബ്സ്ട്രാക്ട് ക്ലാസ് അതിനെ പറയുന്നുണ്ട്, അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. Every shape requires a draw method, but the method has not been provided with any meaning in the superclass shape, so we make it an abstract class. വളരെ കൃത്യമായിട്ട് പറയാണ്, every shape requires a draw method, but the method has not been provided with any meaning in the superclass shape, so we make it as an abstract. ഏത് ടെക്സ്റ്റിനേക്കാളും നന്നായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ താഴെ ഇതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക: abstract classes can appear in the real world and be created by models to promote the reuse of the data and procedures in systems. അതെന്താന്ന് വെച്ചാല്, ഇപ്പൊ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലോജിക്കൽ കൺസെപ്റ്റിന്റെ അങ്ങേ അറ്റമാണ്. ലോജിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഒരു ക്ലാസ്സിന് ലോജിക്കലും മറ്റേതും ഉണ്ട്. രണ്ട് ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞു: സ്ട്രക്ചറൽ ബിഹേവിയറും മറ്റേ ജനറൽ ബിഹേവിയർ ഉണ്ട്. സ്ട്രക്ചറിലും ബിഹേവിയറിലും ആയിട്ട് രണ്ടായിട്ട് തിരിക്കും. അപ്പൊ ഈ സ്ട്രക്ചറിൽ എന്ന് പറയുന്ന സമയത്ത് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ചെയ്യുന്ന സമയത്തും മറ്റേ സ്റ്റാറ്റിക് ആയിരിക്കുന്ന സമയത്തും രണ്ട് ബിഹേവിയർ ആണ്. അപ്പൊ സ്റ്റാറ്റിക് ആയ ഒരു സാധനമാണ് ഈ പറഞ്ഞത് ഈ അബ്സ്ട്രാക്ട് ക്ലാസ്. എന്നാൽ ഏതെങ്കിലും ക്ലാസ് അത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുകയും ആ അബ്സ്ട്രാക്ട് മെത്തേഡിനെ ആ ക്ലാസ് റീഡിഫൈൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്ലാസ് വിൽ കം ആസ് എ പാർട്ട് ഓഫ് ഡൈനാമിക് പ്രോസസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതാണ് അത്ര നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഇതാണ് മറ്റേത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദീസ് ആർ യൂസർ ഡിഫൈൻ കൺസ്ട്രെയിൻസ്. അതുകൊണ്ട് അത് വായിച്ചു നോക്കുക. ഇത് കൺസ്ട്രെയിൻസ് എപ്പം വേണമെങ്കിലും നമുക്ക് മാറാം. അതായത് ഇവിടെ പറഞ്ഞ ഡിപ്പെൻഡൻസി ഇപ്പൊ ഇത് അതിനകത്ത് നമ്മുടെ റൂൾസിലുള്ള റൂൾസ് ഒന്നുമല്ല, നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ആണ്. അതെങ്ങനെ വേണേൽ ചെയ്യാം. രണ്ട് മൂന്ന് കൺസ്ട്രെയിൻസ് ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡേറ്റ ടൈപ്പിന്റെ കാര്യത്തിലും കുറെ കൺസ്ട്രെയിൻസ് താഴെ പറയും. അതൊക്കെ നമ്മൾ ആ ഇതിനകത്ത് ഇത് ചെയ്തു കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് ആണ്. അതായത് പെർമിറ്റ് ഇൻസർഷൻ ഓഫ് ചൈൽഡ് ക്ലാസ് ഇൻസ്റ്റൻസ് only when the matching class instance is already existing dependent. പിന്നെ അതല്ലെങ്കിൽ നള്ളിഫൈ, ഡീഫോൾട്ട്, കസ്റ്റമൈസ്ഡ്, നോ എഫക്റ്റ്, അതൊക്കെ നിങ്ങൾ തന്നെയൊന്ന് വായിച്ചു നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അത് പറയുന്നതിനകത്ത് വലിയൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയത്ത് നമുക്ക് മാറി മാറി ചെയ്യാവുന്നതും പിന്നെ പ്ലാറ്റ്ഫോം അനുസരിച്ച് മാറി വരുന്നതുമാണ്. ആ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ സ്ഥലം മാത്രം ചെറുതായിട്ട്
അതായത് അലവ് ചെയ്യാവുന്ന ഡേറ്റ ടൈപ്പ്, അതിന്റെ ലെങ്ത്, അലവബിൾ വാല്യൂസ്, വാല്യൂ, അതുപോലെ തന്നെ വെതർ വാല്യൂ ക്യാൻ ബി നള്ളോ, അതെ, നോട്ട് നള്ളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഇതിപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, SQL സെർവറോ ഒറാക്കിളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും നോട്ട് നള്ളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ല. അതുപോലെ തന്നെ ഓപ്സും ഈ നോട്ട് നള്ള്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഡൊമൈൻ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻസ് ആണ്, ഡേറ്റാബേസിൽ നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻസ് ആണ്. അത് താഴെ അത് ഒന്നുകൂടെ പറയുന്നുണ്ട്. ട്രിഗറിങ് ഓപ്പറേഷൻ റൂൾസ്, ഒബ്ജക്റ്റ് മോഡല്. ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 2 objects and a link in between them. 2 objects and a link in between them. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയും. അതിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഡേറ്റ അബൌട്ട് ഡേറ്റ എന്നാണ് ഈ മെറ്റാഡേറ്റയെ പറ്റി പറയുന്നത്. അതായത് ഈ അസംബ്ലി ലാംഗ്വേജ് എന്ന്, അസംബ്ലി ലാംഗ്വേജ് അല്ല, അസംബ്ലി എന്ന് പറയും. അതായത് C#.NET ഫ്രെയിംവർക്കിലൊക്കെ ആദ്യം തന്നെ ഒരു അസംബ്ലി ആദ്യം ജനറേറ്റ് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് കീ ആട്രിബ്യൂട്ട്സോ അതൊക്കെ എന്താണെന്ന് പറയും. ഏതായാലും അത് വേണമെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേര്. ഏതായാലും മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ അബൌട്ട് ഡേറ്റയാണ്. അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇതെടുത്തിട്ട് C# അസംബ്ലി ഉള്ള പ്രോഗ്രാംസ് ഉണ്ട്. C# പ്രോഗ്രാമിലെ അസംബ്ലി ഇൻ C# എന്ന് നിങ്ങൾ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വരും. വലിയ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വലിയ ആവശ്യമില്ല, അത് വലിയധികം വേണ്ട. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് ഈ 1.5 മണിക്കൂർ കൊണ്ട് ഇത് കിട്ടിയല്ല, എങ്കിൽ ഈ ഐഡിയാസ് വെച്ച് യു ജസ്റ്റ് റീഡ് ദാറ്റ് പോർഷൻ. ആ പോർഷൻ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാല് ടൈം എടുക്കും. ഇപ്പൊ ഇതിനെപ്പറ്റി ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മറ്റ് സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ വി കനോട്ട് സേ ദാറ്റ്. ഇപ്പോൾ കോമേഴ്സ് പോലുള്ള സബ്ജക്ട് ഞാനിപ്പോൾ ഇതായിട്ട് പാർട്ട് ടൈം ആയിട്ട് MCOM ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു കണ്ടിന്യൂറ്റി, ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയും ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറയും, പിന്നെയും പറയും യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറയും, പിന്നെയും പറയും ടെക്നോളജിക്കൽ ഇന്റർഫിയറൻസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതും ഇല്ലാതെ, കണക്ഷൻ ഇല്ലാതെ പോയിന്റ് കിടക്കും. നേരെ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് ബ്യൂട്ടി, സബ്ജക്റ്റിന്റെ ബ്യൂട്ടി മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. കാരണം ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഇതുപോലെ തന്നെ ആ ലോജിക്ക്, പക്ഷെ ആ ലോജിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാകുകയില്ല. അപ്പൊ ഏതായാലും ഒബ്ജക്ട് മോഡലിംഗ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന കൺസെപ്റ്റുകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ആദ്യത്തെ അസംബ്ലി അല്ല സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്നുള്ളത് സിമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം പറഞ്ഞു. ഒബ്ജക്ട് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ മോഡലിംഗ് ആണ്. ഒബ്ജക്റ്റിന്റെ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ലിങ്ക് ആണ്. 2 ഒബ്ജക്റ്റ് തമ്മിൽ ലിങ്ക് ചെയ്യും, ഒബ്ജക്ട് പ്ലസ് ലിങ്ക്. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഈ ജനറലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ജനറലൈസേഷൻ എന്ന് പറയുന്നത് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് 2-3 എണ്ണം നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. There are 3 types of relations: generalization, dependency and aggregation. അപ്പൊ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ ക്ലാസ്. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എ ക്ലാസ് ഹാസ് അനദർ ക്ലാസ്. അത് that comes in our container class concept. Container classൽ a class carries another class. Okay, that is aggregation. അപ്പം ഇത് രണ്ടും അല്ലാതെ നമുക്ക് വരുന്ന ജനറലൈസേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് വരുന്നത്. അപ്പം എപ്പോഴും ഒന്നുകൂടെ ഓർക്കുക, ജനറലൈസേഷൻ ഈസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് കംസ് ഇൻ ഡിഫറെന്റ് ഫോംസ്. ദേ ആർ മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, ഹയറാർക്കി, പിന്നെ അങ്ങനെ കുറെ ഇൻഹെറിറ്റൻസ് വരും. അബ്സ്ട്രാക്ട് ക്ലാസിനെ പറ്റിയുള്ള കൺസെപ്റ്റ്, പിന്നെ എന്താ പറയണ്ടേ, അബ്സ്ട്രാക്ട് ക്ലാസ് കൊണ്ട് നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. യു ഹാവ് ടു ഓവർറൈഡ്, otherwise that derived class will also become another abstract class. A do nothing function, suppose a class carries do nothing function, it is an abstract class. A concept illa ഓർത്തിരിക്കുക. ഓക്കെ, ഇനി
അടുത്തത് അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ് മോഡലിംഗ് എന്ന് പറയും. അതിന്റെ ആദ്യ സ്ലൈഡ് ഒന്ന് കാണിക്കാം. അതായത് മോഡലിനെ പറ്റി ഒന്ന് ജനറൽ ആയിട്ട് പറയാം. ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ഓഫ് എ സിസ്റ്റം. അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. അവിടെ ഇപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാല് നിങ്ങളിപ്പം ഡിഗ്രിക്ക് BCA ഒക്കെ പഠിച്ച എക്സാക്ട് ആയിട്ട് അതാണെന്നല്ല ഞാൻ പറയുന്നത്. ടോപ്പ് ലെവൽ DFT എന്നൊക്കെ പറഞ്ഞ് വരയ്ക്കും. അപ്പൊ അതുപോലെ വരയ്ക്കുന്ന സാധനം, അതുപോലെയുള്ള ഒരു ടോപ്പ് ലെവൽ DFT, അതാണ് ഇവിടെ നമ്മൾ മോഡൽ. അബ്സ്ട്രാക്ട് പ്രസന്റേഷൻ ഓഫ് എ സിസ്റ്റം വിച്ച് പ്രൊവൈഡ്സ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഈ മോഡലിന് തന്നെ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഈ മോഡല് പല വ്യൂസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഫിസിക്കൽ വ്യൂ, ലോജിക്കൽ വ്യൂ, അതുപോലെ ഡിപ്ലോയ്മെന്റ് വ്യൂ, യൂസ് കേസ് വ്യൂ, പിന്നെ അങ്ങനെ യൂസ് കേസ് വ്യൂ, ഡിപ്ലോയ്മെന്റ് വ്യൂ, ഫിസിക്കൽ വ്യൂ, ലോജിക്കൽ വ്യൂ, ഇത്രയും വ്യൂസ് ആണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ ഇപ്പൊ പറയാൻ പോകുന്ന ആർക്കിടെക്ചർ ഇതെന്ന് പറയുന്നത് സിസ്റ്റം ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ അല്ലെ ആർക്കിടെക്ചർ വ്യൂ എന്ന് പറഞ്ഞാല് ഹൈ ലെവൽ സ്ട്രക്ചർ ഓഫ് സോഫ്റ്റ്വെയർ. അതായത് കുറെ ക്ലാസ്സസ് മാത്രം, ക്ലാസ്സും അതിനോടുള്ള റിലേഷൻസും മാത്രം. ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇങ്ങനെ വരയ്ക്കുന്നു, മനസ്സിലായി? ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് കണ്ടോ, ക്ലാസ് ഡയഗ്രാം, ഒബ്ജക്ട് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം, സ്റ്റേറ്റ് ഡയഗ്രാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഓവറോൾ വ്യൂ ആണ്, ഓവറോൾ ലോജിക്കൽ വ്യൂ. ഈ ഓവറോൾ ലോജിക്കൽ വ്യൂവിനാണ് നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചർ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ആർക്കിടെക്ചർ വ്യൂ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ വ്യൂ, അത് നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. അപ്പൊ ഒരു സംശയം തോന്നാം, ലോജിക്കൽ വ്യൂ അല്ലാത്തതുണ്ട്. ലോജിക്കൽ വ്യൂ അല്ലാത്ത വ്യൂ ആണ് ഡൈനാമിക്. ഡൈനാമിക് വ്യൂ ഫിസിക്കൽ വ്യൂ. ഈ ഫിസിക്കൽ വ്യൂവില് ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് ആദ്യം ഒന്ന് ടേംസ് കുറച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ സ്ലൈഡ് വെക്കാം. ഫിസിക്കൽ വ്യൂ. ഈ ഫിസിക്കൽ വ്യൂ എന്ന് പറയുന്നത്, അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, ഒരു മോഡൽ എന്ന് പറഞ്ഞാല് എ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ഓഫ് എ സിസ്റ്റം. എ മോഡൽ ഈസ് എ സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡല് പല വിധത്തിലുണ്ട്. ലോജിക്കൽ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ വ്യൂ ഉണ്ട്, അതുപോലെ ഡിപ്ലോയ്മെന്റ് വ്യൂ ഉണ്ട്, യൂസ് കേസ് വ്യൂ ഉണ്ട്, അതുപോലെ പ്രോസസ് വ്യൂ. ഇതിലിപ്പോ യൂസ് കേസ് വ്യൂ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂസ് കേസ് വ്യൂ. അപ്പൊ ഒരു പ്രോജക്റ്റിനെ നമ്മൾ യൂസ് കേസ് മാത്രമായിട്ട് കണക്കാക്കും. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു ആക്ടർ അയാളുടെ സോഫ്റ്റ്വെയറിൽ നടക്കുന്ന ഇന്റർഫറൻസ് ആണ് യൂസ് കേസ്. ആക്ടർ സോഫ്റ്റ്വെയർ നടത്തുന്ന ഇന്റർഫറൻസ് ആണ് യൂസ് കേസ്. ആൻഡ് എ ഡയഗ്രാം
that gives the dynamic behavior of that use case is called the use case diagram. അപ്പൊ ഈ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ നടത്തുന്ന ഇതാണ്. അപ്പൊ യൂസ് കേസ് ഡയഗ്രാം അങ്ങനെ വരും. പിന്നെ ഫിസിക്കൽ വ്യൂ. ഫിസിക്കൽ വ്യൂ എന്ന് പറയുന്നതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള അതിനകത്ത് എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് തൊട്ട് പറയാൻ പറയാം. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങി മോഡൽ, ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ, പിന്നെ അതിന്റെ കുറെ വ്യൂസ് പറഞ്ഞു. ആർക്കിടെക്ചർ വ്യൂ എന്ന് പറയുന്ന ലോജിക്കൽ റെപ്രസെന്റേഷൻ ആണ്, ലോജിക്കൽ വ്യൂ ആണ്. പിന്നെ ഫിസിക്കൽ വ്യൂവിനെ പറ്റി പറയുമ്പോൾ പിന്നെ അടുത്താണ് ഫിസിക്കൽ വ്യൂ. ഈ ഫിസിക്കൽ വ്യൂവിൽ ശ്രദ്ധിക്കുക, സോഫ്റ്റ്വെയർ പ്ലസ് ഫിസിക്കൽ കമ്പോണന്റ് പ്ലസ് ഫിസിക്കൽ കണക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഫിസിക്കൽ വ്യൂവിനകത്ത് തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുവരെയുള്ള ലോജിക്കൽ വ്യൂവിലൊന്നും കമ്പ്യൂട്ടർ സിസ്റ്റമോ അങ്ങനത്തെ എന്താ പറയണ്ടേ റിയൽ ലൈഫ് സ്ട്രക്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഫിസിക്കൽ വ്യൂവിൽ അങ്ങനത്തെ റിയൽ ഇതും സ്ട്രക്ചേഴ്സും വരുന്നുണ്ട്. പക്ഷെ ആ സ്ട്രക്ചർ മാത്രമല്ല, സോഫ്റ്റ്വെയർ എംബഡഡ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. അങ്ങനെ സോഫ്റ്റ്വെയർ എംബഡഡ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് കമ്പോണന്റ്. മനസ്സിലായോ? ഒരു ഇങ്ങനെ വിചാരിക്കുക, ഒരു മോഡൽ, ആ മോഡലിന് ഒരു ഫിസിക്കൽ വ്യൂ വരുന്നു. ആ ഫിസിക്കൽ വ്യൂവില് നമ്മള് പിന്നെ സോഫ്റ്റ്വെയർ എംബഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ. അങ്ങനെ സോഫ്റ്റ്വെയർ എംബഡഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിന് നമ്മൾ ഇതിനകത്ത് പറയുന്ന നെയിമാണ്, ഇറ്റ് ഈസ് കോൾഡ് കമ്പോണന്റ്. കമ്പ്യൂട്ടർ ഒരു കമ്പോണന്റ്, ATM മെഷീൻ ഒരു കമ്പോണന്റ്. ഇനി suppose one component interact with another component. One component interact with another component. ഒരു കമ്പോണന്റ് മറ്റൊരു കമ്പോണന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ there must be a medium in between. ആ മീഡിയത്തിന്റെ പേരാണ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ കമ്പോണന്റ് ഒരു ഫിസിക്കൽ കമ്പോണന്റ് വേറൊരു ഫിസിക്കൽ കമ്പോണന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ കംസ് ആൻ ഇന്റർഫേസ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ കഴിഞ്ഞ ഇന്റർഫേസ് അല്ല ഇത് ഹാർഡ്വെയർ ഇന്റർഫേസിന്റെ കാര്യമാണ് പറയുന്നത്, ഫിസിക്കൽ ഇന്റർഫേസ്. അപ്പം ഒരു സോഫ്റ്റ്വെയർ എംബഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല, സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഒരു ഹാർഡ്വെയർ അല്ല ഇതിനകത്ത് പറയുന്നത്. സോഫ്റ്റ്വെയർ എംബഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ കമ്പോണന്റ് എന്ന് പറയും. വേറൊരു സോഫ്റ്റ്വെയർ എംബഡഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കമ്പോണന്റ് എന്ന് പറയും. ഈ കമ്പോണൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതാണ് ഇന്റർഫേസ്. ഇവിടുത്തെ ഇന്റർഫേസ് വേറെ, കഴിഞ്ഞ ഇന്റർഫേസ് വേറെ. അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്റർഫേസ് ഈസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ടു കമ്പോണൻസ്. കമ്പോണൻസ് ഈസ് എ ഹാർഡ്വെയർ യൂണിറ്റ് വേർ എ സോഫ്റ്റ്വെയർ ഈസ് എംബഡഡ്. ഇനി every component has to interact with the real world. Okay, എനിക്ക് നോട്ടിൽ നല്ല കുറെ ഫിഗേഴ്സ് ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയതിന് മുൻപ് പറയാണ്, എവറി കമ്പോണന്റ് ഹാസ് ടു ഇന്ററാക്ട് വിത്ത് ദി റിയൽ വേൾഡ്. കമ്പ്യൂട്ടറിന് റിയൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ATM മെഷീന് റിയൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അങ്ങനെ a device which is used by a component to interact with the real world is called port. അതിനെ നമ്മൾ പോർട്ട് എന്ന് പറയും. ഒരു കമ്പോണന്റ്, അപ്പം കമ്പോണന്റ് ഈസ് ഹാർഡ്വെയർ യൂണിറ്റ് വിച്ച് ഹാസ് ആൻ എംബഡഡ് സോഫ്റ്റ്വെയർ, ഇല്ലെങ്കിൽ അത് കമ്പോണന്റ് അല്ല, എംബഡഡ് സോഫ്റ്റ്വെയർ. ആൻഡ് എ കമ്പോണന്റ് ഇന്ററാക്ട് വിത്ത് അനദർ കമ്പോണന്റ് ആൻഡ് ദർ ഈസ് ആൻ ഇന്റർമീഡിയറി കോൾഡ് ഇന്റർഫേസ്. റിയൽ ലൈഫുമായിട്ട് this component interact through a port. അപ്പം കമ്പോണന്റ്, പോർട്ട്, ഇന്റർഫേസ്. പിന്നെ ഇന്നലെ ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു നോഡ്. നോഡ് എന്ന് പറഞ്ഞാലും ഫിസിക്കൽ യൂണിറ്റ് തന്നെയാണ് നോഡ്. ഈ നോഡ് ഫിസിക്കൽ യൂണിറ്റ് ആണെങ്കിൽ ഈ നോഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനം, they are called connectors. നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ കണക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഡൈനാമിക് മോഡലിംഗ് ആണ്. ഫിസിക്കൽ വ്യൂ ഞാൻ എഴുതുന്നേ ഉള്ളൂ. ഡൈനാമിക് മോഡലിംഗ് ആണ്. ആദ്യം പറഞ്ഞ ആർക്കിടെക്ചർ മോഡലിംഗ്, ലോജിക്കൽ മോഡലിംഗ് ആണ്. ഈ ഡൈനാമിക് മോഡലിംഗിൽ വരുന്നതാണ് കമ്പോണന്റ്, എംബഡഡ് സോഫ്റ്റ്വെയർ, പിന്നെ കമ്പോണൻസിന് ഇടയ്ക്കുള്ള ഇന്റർഫേസ്, പിന്നെ കമ്പോണന്റിന്റെ റിയൽ വേൾഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ വരുന്ന പോർട്ട്.
പിന്നെ ഒരു ഫിസിക്കൽ യൂണിറ്റ് ആയിട്ടുള്ള നോഡ്, ആ നോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഫിസിക്കൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക. പിന്നെ ലോജിക്കൽ ഇതിനെപ്പറ്റി പറഞ്ഞു. ഒരു ലോജിക്കൽ വ്യൂവിനെ പറ്റി പറയുമ്പോഴേ ലോജിക്കൽ വ്യൂവിൽ ശ്രദ്ധിക്കുക, ലോജിക്കൽ വ്യൂവിൽ നമ്മൾ ക്ലാസ്സസ്, ഇന്റർഫേസ് ഇതുപോലത്തെ കാര്യങ്ങളാണ് വരുന്നത്. അതൊന്നും ആ ലോജിക്കൽ വ്യൂവിലെ ആ കമ്പോണന്റ്, ആ ക്ലാസ്സസ്, ഇന്റർഫേസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ദേ ഓൾ ആർ സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചു, അതായത് രണ്ടെണ്ണം പറഞ്ഞായിരുന്നല്ലോ, സ്ട്രക്ചറൽ മോഡലിങ്ങും മറ്റേ ഡൈനാമിക് മോഡലിംഗ്. അപ്പൊ അതായത് സ്റ്റാറ്റിക് ആണ് ഇതിനകത്തെ എല്ലാ ഇതുകളും. അതായത് ലോജിക്കൽ മോഡലിംഗിൽ വരുന്ന, ആർക്കിടെക്ചർ മോഡലിംഗിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും സ്റ്റാറ്റിക് ആണ്. ക്ലാസ് സ്ട്രക്ചർ, ഈ പ്രോജക്റ്റിനിടയ്ക്ക് ക്ലാസ് സ്ട്രക്ചർ മാറുന്നില്ല. അതുപോലെ തന്നെ പ്രോജക്റ്റിനിടയ്ക്ക് ഇന്റർഫേസിന്റെ സ്ട്രക്ചർ മാറുന്നില്ല, അതിലെ ഡേറ്റ മാത്രമേ മാറൂ. അപ്പൊ അതുകൊണ്ട് ക്ലാസ്, ഇന്റർഫേസ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ആണ് ലോജിക്കൽ മെത്തേഡ് വരുന്നത്. അതായത് നിങ്ങളുടെ ബുക്കിൽ അതിനെ സ്റ്റേബിൾ കമ്പോണൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. സ്റ്റേബിൾ കമ്പോണൻസ് സിംപ്ലി മീൻസ് ക്ലാസസ്, ഇന്റർഫേസ്, പാക്കേജസ്, ഇങ്ങനത്തെ കാര്യം. സ്റ്റേബിൾ കമ്പോണൻസ്. അപ്പൊ ഈ സ്റ്റേബിൾ കമ്പോണൻസ് എന്ന് പറയുന്നത് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ സ്റ്റേബിൾ കമ്പോണൻസിനെ ഇത് ചെയ്യാൻ, ക്ലാസ്സുകളെ, ഇന്റർഫേസ്, ഇതുപോലത്തെ കാര്യങ്ങളെ എന്ത് ചെയ്യാനാണ്, ഒന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ ഡയഗ്രാംസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലാസ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇന്റർഫേസ് ഡയഗ്രാം ഉണ്ട്. അതുപോലെ പാക്കേജ് ഡയഗ്രാം ഉണ്ട്. ക്ലാസ്സും ഇന്റർഫേസും ഇതുമെല്ലാം സ്റ്റേബിൾ എന്നാണ് ഇതിനകത്തുള്ള നൊട്ടേഷൻ. സ്റ്റാറ്റിക് എന്ന് വിചാരിക്കാം. ഇത്രയും ഡയഗ്രാംസ് ഉണ്ട്. ഓൾ ദീസ് ഡയഗ്രാംസ് ആർ കോൾഡ് സ്റ്റേബിൾ ഡയഗ്രാംസ്. അതിന് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഓൾ ദീസ് ഡയഗ്രാംസ് ആർ കോൾഡ് സ്റ്റേബിൾ ഡയഗ്രാംസ്. അപ്പം ടേബിൾ പറഞ്ഞു, കമ്പോണൻസ് പറഞ്ഞു, കമ്പോണൻസ് മറ്റേ ഇതുമായിട്ട് നടത്തുന്ന ഇന്റർഫേസിനെ പറ്റി പറഞ്ഞു. ഇനി ഫങ്ഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞ ഒന്നത്തിനെ കൂടെ നമ്മളെ പറ്റി പറയുന്നുണ്ട്. ഫങ്ഷണൽ മോഡലിംഗിൽ വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റം ഫങ്ഷൻസ്, അതുപോലെ തന്നെ DFTs, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ നോൺ ഫങ്ഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞൊന്നും കൂടെ വരുന്നുണ്ട്. അത് ജനറലി ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റം, ഈസ് ഇറ്റ് പെർഫോമിംഗ് വെൽ, ഈസ് ഇറ്റ് റെസ്പോൺസീവ്, ഈസ് ഇറ്റ് ടൈംലി, ഈസ് ഇറ്റ് റിയൽ ടൈം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നതാണ് അതായത് നോൺ ഫങ്ഷണൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അത് പക്ഷെ നമുക്ക് ഒരു എക്സാക്ട് മീനിങ് അതിനകത്ത് ഇല്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കാണിച്ചിട്ട് പോവാം. Dynamic aspect, collection of components, connection, configuration. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, abstract representation of a system which provides a better understanding of the system. പിന്നെ അടുത്തത് design and implementation of high level structure of software, aspect of architecture, static, dynamic, function, non-function, port, interaction with environment, connection between ports. നോഡ് ഫിസിക്കൽ യൂണിറ്റ് ആണ്. ദർ ഈസ് കണക്ഷൻ ബിറ്റ്വീൻ നോഡ്സ്, ഒരു കണക്ടിങ് ഡയഗ്രാം കാണും. വ്യൂസ് ആണ് ഞാൻ പറഞ്ഞത്, ലോജിക്കൽ വ്യൂസ്, പ്രോസസ് വ്യൂ, അതുപോലെ ഫിസിക്കൽ വ്യൂ, ഡിപ്ലോയ്മെന്റ് വ്യൂ, യൂസ് കേസ് വ്യൂ. ആർക്കിടെക്ചർ വ്യൂ റിഡ്യൂസസ് കോംപ്ലക്സിറ്റി ആൻഡ് അബ്സ്ട്രാക്ഷൻ. അപ്പൊ കോംപ്ലക്സിറ്റി കുറവെന്ന് പറയുമ്പോൾ അതിന്റെ ഫങ്ഷണാലിറ്റി അത്രയ്ക്കൊക്കെ ഉള്ളൂ. സ്റ്റാറ്റിക് ആസ്പെക്ട്, ഇതാണ് ഞാനിപ്പോ പറഞ്ഞ ക്ലാസ്, ഇന്റർഫേസ്, ദേ ഡു നോട്ട് ചേഞ്ച് ആ സിസ്റ്റം. സ്റ്റാറ്റിക് ഡയഗ്രാംസ് ഞാനിപ്പോ പറഞ്ഞു, ക്ലാസ് ഡയഗ്രാംസ്, കമ്പോണന്റ് ഡയഗ്രാം, ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം, ഇതെല്ലാം
ഡൈനാമിക് ആസ്പെക്റ്റിലാണ് കളക്ഷൻ ഓഫ് കമ്പോണൻസ്, കണക്ഷൻ കോൺഫിഗറേഷൻ. കമ്പോണന്റ് ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ എംബഡഡ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ യൂണിറ്റ്. ഫംഗ്ഷൻ മോഡലിംഗ്, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ സിസ്റ്റം ഫംഗ്ഷൻ, ഡേറ്റ ഫ്ലോ. നോൺ ഫംഗ്ഷൻ ആസ്പെക്ട്, ഓപ്പറേഷൻ ക്യാപ്പബിലിറ്റി, കൺസ്ട്രെയിൻസ്, ക്വാളിറ്റേറ്റീവ്. ലോജിക്കൽ വ്യൂ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ആ ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, സീക്വൻസ്, സ്റ്റേറ്റ്. ഇതിൽ ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പക്ക ലോജിക്കൽ ഡയഗ്രാം ആണ്. ഫിസിക്കൽ വ്യൂ പറഞ്ഞതാണ്. ഇംപ്ലിമെന്റേഷൻ ഡയഗ്രാം അത് ഏതാണ്ട് യൂസ് കേസ് ഡയഗ്രാം തന്നെയാണ്. കമ്പോണന്റ് ഡയഗ്രാം, കമ്പോണന്റ് റീയൂസബിൾ സോഫ്റ്റ്വെയർ, ഫിസിക്കൽ യൂണിറ്റ്, കമ്പോണന്റിന്റെ ഇടയ്ക്കുള്ള ഇന്റർഫേസ്, അത് വേൾഡുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പോർട്ട് കണക്ഷൻ. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ ആ ക്ലാസിന്റെ ഒരു നോട്ട് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതാണ് അതിനകത്തെ ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലാസ് ഡയഗ്രാം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഇത് നമ്മുടെ ഇതിനകത്തും സ്ലൈഡിനകത്ത് അത് വരച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ലൈഡിലുള്ള അതേ സംഭവം തന്നെയാണ് നിങ്ങൾ ഈ നോട്ടിൽ കാണുന്ന ഈ സാധനം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് സ്റ്റേബിൾ ഡയഗ്രാംസ് വരുന്നതാണ് ഈ പറയുന്ന സാധനം. പിന്നെ ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ആ എക്സാമ്പിൾ പേജ് നമ്പർ 107 ഇത് കിടക്കുന്നത്. അതായത് രണ്ട് അക്കൗണ്ടുകൾ ഇതിനകത്ത് ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് കണക്ഷൻ ആകുന്നു, ഇങ്ങനെ മേളിലേക്ക് വരുന്നു, ഹെഡ് ഓഫീസ്, ബാങ്ക് ബ്രാഞ്ച്. ഈ ഡയഗ്രാംസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ ഇതിനകത്ത് ഇത് ശരിക്കും ദിസ് ഡയഗ്രാം കംസ് അണ്ടർ എന്താ പറയണ്ടേ, മറ്റേ ആർക്കിടെക്ചർ മോഡലിംഗിലാണ് ഇത് വരുന്നതെങ്കിലും ആക്ച്വലി ദിസ് ഡയഗ്രാം ഹെവിലി യൂസസ് അവർ ഇൻഹെറിറ്റൻസ്. അതാണ് ആ ഇൻഹെറിറ്റൻസ് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. അത് ഇൻഹെറിറ്റൻസിന്റെ ടോപ്പിക്ക് പിന്നെ വരുന്നത്. അതിനു മുമ്പ് തന്നെ അവർ ഈ ഡയഗ്രാം ഇട്ട്. ഇതാണ് ആ ഡയഗ്രാം. അപ്പൊ ഈ ഡയഗ്രാം ഒക്കെ ഒരു ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ ഡയഗ്രാം. പിന്നെ കമ്പോണൻസിനെ പറ്റി പറയുന്നുണ്ട്. കമ്പോണൻസിന് ഇടയ്ക്കുള്ള ഇന്റർഫേസ്, കമ്പോണൻസിന് വേൾഡുമായിട്ട് ബന്ധപ്പെടുന്ന പോർട്ട്, പിന്നെ ഇത് ഈ കണക്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്പോണന്റ് അല്ല, അത് നോഡ്സിനെയാണ് ചെയ്യുന്നത്. നോഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ യൂണിറ്റ്. ആ ഫിസിക്കൽ യൂണിറ്റ് കാര്യം ശ്രദ്ധിച്ചോണം. കമ്പോണന്റ് എന്ന് പറയുന്നതിനകത്ത് സോഫ്റ്റ്വെയർ മസ്റ്റ് ആണ്, പക്ഷെ നോഡില് സോഫ്റ്റ്വെയർ മസ്റ്റ് ആണ്. അതാണ് അതിനെ ഫിസിക്കൽ യൂണിറ്റ് എന്ന് മാത്രമേ പറയുന്നത്. കമ്പോണന്റ് ഈസ് എ ഹാർഡ്വെയർ യൂണിറ്റ് വേർ എ സോഫ്റ്റ്വെയർ ഈസ് എംബഡഡ്. ഒരു OS ഉണ്ടെങ്കിൽ അത് കമ്പോണന്റ്. ഓക്കെ, കണക്റ്റേഴ്സ് പറയുന്നുണ്ട്.
ഈ എക്സാമ്പിൾ നിങ്ങൾ കാര്യമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം. ഇത് ശ്രദ്ധിക്കുക. ഇത് ATM മെഷീൻ, ഇത് ഒരു കമ്പോണന്റ്. അതായത് ഇതിനെ ഹാർഡ്വെയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ സോഫ്റ്റ്വെയർ ഇൻസൈഡ് ദാറ്റ് കമ്പോണന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അത് കമ്പോണന്റ് ആണ്. ഇത് സോഫ്റ്റ്വെയർ, ATM മെഷീന്റെ സോഫ്റ്റ്വെയർ, ഇത് അതിന്റെ കമ്പോണന്റ്. ശ്രദ്ധിച്ചോ, എ കമ്പോണന്റ് ഇന്ററാക്ട് വിത്ത് ദ വേൾഡ് ഓർ റിയൽ വേൾഡ് വിത്ത് എ പോർട്ട്. ഇതാണ് പോർട്ട്. അതുപോലെ ഇത് അനദർ കമ്പോണന്റ്. ഇത് റിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു കാർഡ് റീഡർ. ദെൻ ഇങ്ങനെ വന്നിട്ട് ബാങ്ക് ഡേറ്റാബേസ്, അക്കൗണ്ട് ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് അത് റിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ ഇത് കമ്പോണൻസ് ആണ്, ഇത് പോർട്ടുകളാണ്. നിങ്ങൾ എക്സാമിന് ഇതൊക്കെ പറ്റുന്നിടത്തോളം ഒന്ന് വരയ്ക്കാനൊക്കെ നോക്കുക. അതായത് ATM മെഷീന്, കസ്റ്റമർ കൺസോള്, കാർഡ് റീഡർ, ബാങ്ക് ഡേറ്റാബേസ് ഉണ്ടോ, ബാങ്ക് ഡേറ്റാബേസ്. ഈ ഡേറ്റാബേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. മൊത്തത്തിൽ ഇതൊരു ഹാർഡ്വെയർ. നല്ലൊരു ഫിഗറാണ്. പേജ് നമ്പർ 112 കിടക്കുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എൻറ്റിറ്റി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്നുള്ളത്. ഈ ഫിഗേഴ്സ് ഒന്നും അത്ര ഇതായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇതുണ്ട് ക്ലയന്റ് 1, ക്ലയന്റ് 2, ക്ലയന്റ് 3. ഈ 3 ക്ലയന്റും ദേ ആർ ഇന്ററാക്ടിങ് വിത്ത് എ ബാങ്കിങ് സിസ്റ്റം. എന്നിട്ട് അത് ഇവിടെ നിന്ന് എടുക്കുന്നു, സെർവറിൽ നിന്ന് ഡേറ്റ എടുക്കുന്നു. ഇതെല്ലാം കമ്പോണൻസ്, ഫിസിക്കൽ എൻറ്റിറ്റീസും ആണ്. ഫിസിക്കൽ എൻറ്റിറ്റീസ് വിത്ത് സോഫ്റ്റ്വെയർ എംബെഡഡ്. ഇതെല്ലാം ഫിസിക്കൽ എൻറ്റിറ്റീസ് ആണ്. ഫിസിക്കൽ എൻറ്റിറ്റീസ് വിത്ത് സോഫ്റ്റ്വെയർ എംബെഡഡ്. ഇതും ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. സെർവർ 1, സെർവർ 2, സെർവർ 3, 3 കമ്പോണൻസ് ആണ്. ഈ 3 കമ്പോണൻസും ഈ കമ്പോണന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഇതും അങ്ങനെ ഇന്ററാക്ട് ചെയ്യും. ഇത് ശ്രദ്ധിക്കുക, വെബ് സർവീസ് എന്ന് പറഞ്ഞാൽ, വെബ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐഡിയ ഇതാണ്. ഈ നമ്മളിപ്പം സാധാരണ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇതില്ല, മണി കൺവെർട്ടർ. ഇപ്പൊ മണി കൺവെർട്ടർ നമ്മൾ യൂസ് ചെയ്യും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ വെബ്സൈറ്റ്, അതൊരു യൂട്ടിലിറ്റിയാണ്. ടൈംലി ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും. ഒരു എമൗണ്ട് കൊടുത്താൽ അത് ടൈംലി ആയിട്ട് തന്നെ അത് കൺവേർട്ട് ചെയ്യും. അപ്പം ഇറ്റ് ഈസ് എ യൂട്ടിലിറ്റി. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് എ വെബ്സൈറ്റ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു വെബ് സർവീസാണ് അത്. ഈ വെബ് സർവീസ് ഈ ബാങ്ക് ഒരു പക്ഷെ പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ കസ്റ്റം ബിറ്റ്. ഏതായാലും ഇതിന്റെ കൺസെപ്റ്റ് ഇതാണ്. ക്ലയന്റ് ഒരു വെബ് സർവീസ് വഴി ആക്സസ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ ഇതിനകത്ത് ഇത്രയും പ്രോസസ്സുകൾ നടക്കും. അപ്പൊ ഈ ഫിഗേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലായി. ഇതും നല്ലൊരു എക്സാമ്പിളാണ്, റിലേഷന്റെ എക്സാമ്പിളാണ്. ഒരു കസ്റ്റമർ ഒരു ക്ലർക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ക്ലർക്ക്, അക്കൗണ്ട്, ക്യാഷ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ കൊളാബറേഷൻ ഡയഗ്രാം. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ആ റിലേഷന്റെ പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റി, അത് മാത്രമേ ഉള്ളൂ. അതിതാണ് കസ്റ്റമർ, ക്ലർക്ക്, അക്കൗണ്ട്, ക്യാഷ്. അപ്പൊ ഈ പറഞ്ഞ ആ 2-3 ഫിഗറും വളരെ നല്ല ഫിഗേഴ്സ് ആണ്. ആ ഫിഗേഴ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഇത്
ഈ പറഞ്ഞ ഈ കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ വായിച്ച് അതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കുക. ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ അത് പോയിന്റ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാം. ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. ഒരു തവണയും കൂടെ അതിനെപ്പറ്റി പറയാം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു ബിഹേവിയർ മോഡലിങ്ങും സ്റ്റാറ്റിക് മോഡലിങ്ങും പറഞ്ഞു. ബിഹേവിയർ മോഡലിംഗ് ഡൈനാമിക് ആണെന്നും ഈ ആർക്കിടെക്ചർ മോഡലിംഗ് മുതലാണ് നമ്മൾ പല വ്യൂസിനെ പറ്റി പറയാം. there are different views for a model. For example, logical view, ലോജിക്ക് മാത്രം. ഫിസിക്കൽ വ്യൂ, ഫിസിക്കൽ വ്യൂവിൽ എന്തൊക്കെയുണ്ട്? there is a component, അതെ, there is a component. A component is a hardware unit where a software is embedded. There is an interface between two components and the component interact with the world using port. നമ്മളിപ്പോൾ കണ്ടു ATM മെഷീന്, അതിന്റെ ബാങ്കിങ് മെഷീൻ, അത് പോർട്ട് കാണിച്ചിരിക്കുക, പോർട്ടുകൾ. പിന്നെ അങ്ങനെ ഫിസിക്കൽ ഇത്. ലോജിക്കൽ വ്യൂവിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം എന്താ പറയേണ്ടത്, ഇതിനകത്ത് ലാംഗ്വേജ് വെച്ച് നോക്കിയാൽ സ്റ്റേബിൾ എലമെന്റ്സ് ആണ്. ക്ലാസസ്, ഇന്റർഫേസസ്, പാക്കേജസ്, ഇതെല്ലാം. ഈ സ്റ്റേബിൾ എലമെന്റ്സിനെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രാംസിനെ വി കോൾ ദം ആസ് സ്റ്റെബിലിറ്റി ഡയഗ്രാംസ്. ക്ലാസ് ഡയഗ്രാം ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സ്റ്റെബിലിറ്റി ഡയഗ്രാം. പിന്നെ വേറെ ഒന്നുള്ളതാണ് ഫങ്ഷണൽ മോഡലിങ്ങും നോൺ ഫങ്ഷണൽ മോഡലിംഗ്. ഈ അടുത്തതിന്റെ അടുത്ത യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. ഫങ്ഷണൽ മോഡലിംഗ് ഡീപ്പായിട്ട് വരും. ഈ ഫങ്ഷണൽ മോഡലിംഗ് വരുമ്പോഴൊക്കെയും ഈ ഇൻഹെറിറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ മോഡലിംഗിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം ഫങ്ഷൻസ്, അതുപോലെ തന്നെ DFDs, ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് അവിടെ വരുന്നത്. പിന്നെ നോൺ ഫങ്ഷണൽ മോഡലിംഗ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഒരു പ്രോജക്റ്റ് എത്രമാത്രം ഗുഡാണ്, അത് ടൈംലി റെസ്പോൺസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ മോഡലിംഗിൽ ഇപ്പൊ ഇത്രയൊക്കെ കൺസെപ്റ്റ് ഉള്ളൂ. മോഡലിംഗിൽ ഈ പറഞ്ഞ കൺസെപ്റ്റും പിന്നെ ഞാൻ ആ പറഞ്ഞ 2-3 ഫിഗേഴ്സ് ഉണ്ട് ബാങ്കിങ്ങിന്റെ, ഇതുള്ള ആ ഫിഗേഴ്സും യു മസ്റ്റ് ഗോ ത്രൂ ഓൾ ദോസ് ഫിഗേഴ്സ്, സ്റ്റഡി ദോസ് ഫിഗേഴ്സ്, 3 ഫിഗേഴ്സ്. ആ ഫിഗേഴ്സ് സ്റ്റഡി ചെയ്യുക, മറ്റു ഫിഗേഴ്സ് ഒന്നും നോക്കണ്ട, ഈ 3 ഫിഗേഴ്സും സ്റ്റഡി ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഈസ് എ റിലേഷൻ. ഇൻഹെറിറ്റൻസ് ഈസ് എ റിലേഷൻ. ഇതാണ് ശരിക്കും എനിക്കൊന്ന് 6ാമത്തെ യൂണിറ്റ് ആയിട്ട് വരും. ഈ ഐഡിയ ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറൊന്നും നോക്കണ്ട. ഈസ് എ റിലേഷൻ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഇപ്പൊ ക്ലാസ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സാധനം ക്ലാസ് മാനേജ്മെന്റിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ് മാനേജ്മെന്റ് അക്വയർസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലാസ് സ്റ്റുഡന്റ് provided the proper visibilities are given to the data members. അതായത് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരു ഡേറ്റ മെമ്പർ നമ്മൾ ബേസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർലി ഇറ്റ് വിൽ നോട്ട് കം ടു ദി ഡിറൈവ്ഡ് ക്ലാസ്. ഇതെല്ലാം നോട്ട്സിനകത്ത് കാണും. അതാ ഞാൻ പറഞ്ഞത്, ഒന്നുകൂടെ പറയുന്നത്, ഇത് വായിക്കുന്ന സമയത്ത് യു മൈറ്റ് ഹാവ് ഗോട്ട് സം ഡൗട്ട്സ്. അതായത് ഡിറൈവ്ഡ് ക്ലാസ് ഒരു ഈസി റിലേഷൻ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിറൈവ്ഡ് ക്ലാസ് അക്വയർസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് ക്ലാസ്. Derived class acquires the properties of base class. So it is easy relation. Of course, there is another relation, Hasse relation. Hasse relation ഒരു സ്ഥലത്ത് വരുന്നത് കണ്ടെയ്നർ ക്ലാസ്സസ്. ഇനി കണ്ടെയ്നർ ക്ലാസ്സസ്. ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ കണ്ടെയ്ൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെയ്നർ ക്ലാസ്. ഈസി റിലേഷൻ അക്വയർസ് ദ പ്രോപ്പർട്ടി ഓഫ് another. ഒരു ക്ലാസ് വിത്തിൻ ക്ലാസ്. ഇപ്പൊ ക്ലാസ് എക്സ് ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് അതിനകത്ത് ക്ലാസ് എ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി റിലേഷൻ അല്ല, ഇറ്റ് ഈസ് ആസെ റിലേഷൻ. അവിടെ നമ്മുടെ ഇൻഹെറിറ്റൻസ് അതല്ല, ഇറ്റ് ഈസ് ഈസി റിലേഷൻ. ഇൻഹെറിറ്റൻസ് അക്വയർസ് അനദർ ക്ലാസസ് പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ക്ലാസിന്റെ, സപ്പോസ് എ ക്ലാസ് അക്വയർസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ് ആൻഡ് ദ ബേസ് ക്ലാസ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്.
That means the base class carries a function which is a do nothing function. Then if the derived class is not going to redefine or method overriding as the Java terminology, then the derived class will surely become another abstract class. Very important concept. ആ കൺസെപ്റ്റ് നമ്മുടെ ഇതിനകത്ത് മാറിയും തിരിഞ്ഞും വരുന്നുണ്ട്. അതാണ് അബ്സ്ട്രാക്ട് ക്ലാസിന്റെ കൺസെപ്റ്റ്. പിന്നെ അപ്പം അബ്സ്ട്രാക്ട് ക്ലാസ്, ഇന്റർഫേസസ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഗ്രാഫിക്കൽ ഇന്റർഫേസിൽ അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പലതരത്തിലുള്ള ഇൻഹെറിറ്റൻസുകളെ പ്രോഗ്രാമിങ്ങുകൾ സപ്പോർട്ട് ചെയ്യും. അത് എപ്പോഴും ഓർത്തിരിക്കുക, സിമ്പിൾ ഇൻഹെറിറ്റൻസ്, വൺ ബേസ് ക്ലാസ്, വൺ ഡിറൈവ്ഡ് ക്ലാസ്. സിമ്പിൾ ഇൻഹെറിറ്റൻസ്, എ ആരോ ബി, എ ഇത് സിമ്പിൾ ഇൻഹെറിറ്റൻസ്. നേരെ മറിച്ച് എ ആരോ ബി ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? എ ആരോ ബി സിമ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. എ ആരോ ബി, ബി ആരോ സി, ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആയിരിക്കും? അത് അതെ, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയിരിക്കും. എ ആരോ ബി, ബി ആരോ സി എന്ന് പറയുന്നത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയിരിക്കും. എന്നാൽ എയിൽ നിന്നും ബിയിൽ നിന്നും സിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഈ ഇൻഹെറിറ്റൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നാൽ ഇറ്റ് ഈസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പം ഒബ്ജക്ട് മോഡലിങ്ങിനെ ഇതുകൾ ശ്രദ്ധിക്കുക. ഒബ്ജക്ട് മോഡലിങ്ങിൽ പ്രധാനമായിട്ട് വരുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസിന്റെ കൂടെ തന്നെ വരുന്നതാണ് അബ്സ്ട്രാക്ട് ക്ലാസിനെ പറ്റിയുള്ള കൺസെപ്റ്റ്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസിനെ പറ്റിയുള്ള കൺസെപ്റ്റ്, ഇന്റർഫേസ്, ഇൻഹെറിറ്റൻസ്, ഇത്രയും ഇതിന്റെ കൂടെ വരുന്ന വേറെ രണ്ട് കൺസെപ്റ്റുകളാണ്. ഒന്ന് ഡൊമൈൻ ഇന്റഗ്രിറ്റി. അത് ഡൊമൈൻ ഇന്റഗ്രിറ്റി അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ദേ ആർ യൂസർ ഡിഫൈൻഡ്. ഡൊമൈൻ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡൊമൈൻ ഇന്റഗ്രിറ്റി നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ suppose we give some specific values for the specific data members. നമ്മൾ restrict ചെയ്യുക, ഇന്ന data member can take only from values from 1 to 1000. അതൊരു ഡേറ്റ ടൈപ്പിൽ വരുത്തുന്ന ഡൊമൈൻ ഇന്റഗ്രിറ്റിയാണ്. ഡൊമൈൻ ഇന്റഗ്രിറ്റിയുടെ നോടാണ് പ്രസന്റ് ചെയ്ത് കാണിക്കുക. ഈ പേജ്, അതായത് പേജ് നമ്പർ 132-ലാണ് അത് പറയുന്നത്. ഇതൊരു വായിക്കുക. അതായത് the domain describes a valid set of values for an attribute so that domain definition can help you determine whether certain data manipulation operations make sense. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, suppose you might have studied the operator overloading. In operator overloading, we are giving a new meaning to, for example, an operator plus. പ്ലസിന് നമ്മളൊരു ന്യൂ മീനിങ് കൊടുക്കുക. അപ്പോൾ
suppose you are doing a scientific project, then we give a constraint. Plus operator can have multiple meanings when complex numbers are used. Plus operator can have multiple meanings when project is being. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്യുമ്പോൾ പ്ലസ് ഓപ്പറേറ്ററിന് ഒരു പർട്ടിക്കുലർ ഇത്, അതായത് സാധാരണ രീതിയിൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോ എ പ്ലസ് ഐ ബിയും സി പ്ലസ് ഐ ഡിയും കൂടെ സാധാരണ രീതിയിൽ എ പ്ലസ് ഐ ബി ആണ്, എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, വൈ ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഓപ്പറേഷൻ. കാരണം എ ഇൻറ്റീജറും ബി നെഗറ്റീവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എക്സ് പ്ലസ് വൈ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുകയില്ല. ഇപ്പൊ പ്ലസിന് നമ്മളൊരു മീനിങ് ഉണ്ടാക്കി കൊടുത്തു, ഓവർലോഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഓവർലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ that overloaded meaning may be used in a project provided you give a domain constraint. മനസ്സിലായി? എസ് പ്ലസ് വൈ എന്ന് പറയുന്നത് you give a domain constraint. That is, you can use plus operator to add not only basic data types but also complex numbers. ഇതാണ് ശരിക്കും അവിടെ വരുന്ന ഡൊമൈൻ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതിവിടെ അവർ പറയുന്നുണ്ട്. ഡേറ്റ ടൈപ്പ് ഇപ്പൊ ഇവിടെ ക്യാരക്ടറും ഇൻറ്റിജറും ഡെസിമലും ആയിട്ടാണ് ഇവിടെ പറഞ്ഞത്. വി ക്യാൻ ആഡ് കോംപ്ലക്സ്. അപ്പം പ്രൊവൈഡഡ് പ്രോപ്പർ മീനിങ് ഈസ് ഗിവൻ ടു ദി ഓപ്പറേഷൻസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. പിന്നെ അലവബിൾ ഡേറ്റ വാല്യൂസ് അത് പറയാം. ചിലടത്ത് പറയാം ഡേറ്റ വാല്യൂ കൺസ്ട്രെയിൻസ്, അതായത് എക്സ് ഈസ് എ സെറ്റ് ഓഫ് അലവബിൾ കസ്റ്റമർ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, you cannot use a roll number as 1.1. So we give a domain constraint that a roll number must be an integer. Otherwise, എന്താ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അതാണ് ഊപ്സിന്റെ ഒരു പ്രത്യേകത. ഒരു എൻട്രി ലെവലിൽ ഇരിക്കുന്ന ഒരു യൂസർ, അയാൾ ക്ലാസ് ഒന്നും കാണുന്നില്ല, ഡേറ്റ ഒരാളുടെ റോൾ നമ്പർ വരും 2.1 എന്ന് എൻ്റർ ചെയ്യും. അപ്പോൾ സാധാരണ സ്ട്രക്ചേർഡ് പ്രോഗ്രാംസിൽ that 2.1 will be entered and the entire project will collapse. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഈ ഡേറ്റ വാല്യൂ കൺസ്ട്രെയിൻസ്. പിന്നെ പറയാണ് യുണീക്നെസ്. എക്സ് മസ്റ്റ് ബി യുണീക്ക്. അപ്പൊ എക്സ് ഒരിടത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ് അവിടെ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നൾ വാല്യൂ, എക്സ് കനോട്ട് ബി നൾ. ഇപ്പൊ നമ്മൾ SQL സെർവറോ ഒറാക്കിളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എക്സ് വൈ ഈസ് നോട്ട് നൾ എന്ന് പറഞ്ഞ പോലെ ഒരെണ്ണമാണ് ഡിഫോൾട്ട് വാല്യൂ. അതുപോലെ തന്നെ എക്സ് ക്യാൻ ഡിഫോൾട്ട് ദ കറന്റ് ഡേറ്റ്. ഇങ്ങനെ ഒരു ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ then എവിടെ എക്സ് യൂസ് ചെയ്താലും that x will be current date. അപ്പം ഇതാണ് ഇന്റഗ്രിറ്റി റൂൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പം ഈ പറഞ്ഞ എല്ലാ ഇതുകളും നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. പിന്നെ ഇത് വായിക്കുന്ന സമയത്ത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്സും ബേസിക് ഐഡിയാസും ശരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഏതായാലും കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. A+IB എന്ന് പറയുന്നതിന് കൺസ്ട്രെയിന്റ് ഇങ്ങനെ ഡൊമൈൻ കൺസ്ട്രെയിന്റ്. അപ്പം ഒബ്ജക്ട് മോഡലിങ്ങും മറ്റേ അതിന് മുമ്പുള്ള ആർക്കിടെക്ചർ മോഡലിങ്ങിന്റെ എല്ലാ ബേസിക് കൺസെപ്റ്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് അത് വായിക്കുക. പിന്നെ ഇൻഹെറിറ്റൻസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കും. എന്തെങ്കിലും ഇൻഹെറിറ്റൻസിന്റെ ഏതെങ്കിലും ബുക്ക് നിങ്ങൾ റെഫർ ചെയ്തിരുന്നോ? ഇതിനിടയ്ക്ക് ഏതെങ്കിലും ബുക്ക് നിങ്ങൾ റെഫർ ചെയ്തിരുന്നോ? അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബുക്ക്, ഫോൺ ബുക്ക് വരെയല്ല, ബാലഗുരു സ്വാമിയുടെ
C++ ആയിരിക്കും. എന്താണെന്ന് വെച്ചാല് ഈ ബുക്കിനകത്ത് ആദ്യം തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോമിനെ പറ്റി, ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡിനെ പറ്റി ഇതായിട്ട് പറയുന്നുണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിനെ പറ്റി, ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡ്സിനെ പറ്റി വളരെ കൃത്യമായിട്ട് ഈ ബുക്കിൽ ആദ്യം പറയുന്നുണ്ട്. ആ ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ. ആ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ശരിക്കും റെഫർ ചെയ്താൽ തന്നെ അത് ഇതിന്റെ ഒരു സമ്മറിയാണ്. എന്നിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുക. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ നല്ല കുറെ ഡയഗ്രാംസ് ഉണ്ട്, മറക്കാതെ ആ ഡയഗ്രാംസ് നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വായിച്ചു. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിച്ച് ഇരിക്കണം. വളരെ കുറച്ച് പേരാണ് ക്ലാസ് വരുന്നത്. അപ്പൊ അത് ഇപ്പൊ റെഗുലർ ക്ലാസ് അല്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അല്ലെങ്കിൽ ബാലഗുരുസ്വാമിയുടെ അല്ലെങ്കിൽ വേറൊന്ന് ജാവ ബ്ലാക്ക് ബുക്ക്. ജാവ ബ്ലാക്ക് ബുക്ക് ഈ ബുക്കും നല്ലതാണ്. ഈ രണ്ട് ബുക്കും റെഫർ ചെയ്യുക. ബാലഗുരുസ്വാമിയുടെ C++ഉം ജാവയുടെ ബ്ലാക്ക് ബുക്ക്. ഈ ബുക്കുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്നാമത്തെ ഇത് റെഫർ ചെയ്യാതെ പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർഫേസുകളെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ വരും. ഇന്റർഫേസിനെ പറ്റിയുള്ള യഥാർത്ഥ ഐഡിയ ഇതിനകത്താണ് കൂടുതലായിട്ട്. അപ്പൊ ശരി, എന്നാ ഓക്കെ, വി ക്യാൻ സ്പീക്ക് ടുമോറോ. Okay, can we stop? Okay, okay. Tomorrow we can continue.